ഇൻഷാ അല്ലാഹ് സ്നേഹിക്കൂലേ? ഏത് സൂറത്ത്? എന്റെ പ്രിയമുള്ളവരെ, ആരും വെറുതെ ഓതണ്ട. ഈ പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ ആരും വെറുതെ സ്നേഹിക്കണ്ട. ഈ സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താണ്? ഇത് പരിശുദ്ധമായ ഖുർആനാണല്ലോ, ഇത് അല്ലാഹുവിന്റെ കലാമാണല്ലോ. ആ പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണമെന്നാണല്ലോ. ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണമെന്നാണല്ലോ. അതിനു വേണ്ടിയല്ലേ നമ്മൾ പരിശ്രമിക്കുന്നത്, അതിനു വേണ്ടിയല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും അത് തന്നെയാണ് പറഞ്ഞത്. വീട്ടിൽ കടന്നു മരിച്ചാലും, റോഡിൽ കടന്നു മരിച്ചാലും, കടലിൽ കടന്നു മരിച്ചാലും, ഐസുവിനകത്ത് കടന്നു മരിച്ചാലും, ബഅദിന്റെ മജ്ലിസിൽ വെച്ച് മരിച്ചാലും, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കിടന്നു മരിച്ചാലും എങ്ങനെ മരിക്കണമെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ മുസ്ലിമായിട്ടേ മരിക്കാവൂ. അതാ തൊണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ അല്ലാഹു തന്ന നാവ് കൊണ്ട് ജീവിതത്തിൽ അവസാനമായിട്ട് പറയേണ്ട വാക്കേതെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് പറയാതെ നിങ്ങൾ മരിക്കരുത്, ഇത് പറയാതെ നിങ്ങൾ മരിക്കരുത്. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല, ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ എളുപ്പമുള്ള കാര്യമായിരുന്നെങ്കിൽ എന്തിനാ മരിക്കാൻ കിടക്കുന്ന വാപ്പാടെ ചാരത്ത് പോയിരുന്നിട്ട് വാപ്പാ പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്നത് വാപ്പായിക്ക് അറിയാനിട്ടല്ലോ. പറയല് പാടാടോ, പറയല് പാടാടോ. താടിയും തഴമ്പിലും ഒന്നും കാര്യമില്ല. അല്ലാഹുവിന്റെ ഖലീലായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ലോകത്താദ്യമായിട്ടൊരു പള്ളി കെട്ടി, പരിശുദ്ധമായ കഅബാലയം. ആ കഅബാലയത്തിന്റെ പണി കഴിഞ്ഞപ്പോ അല്ലാഹു പള്ളി കെട്ടുന്നതിനേക്കാളും വലിയ പുണ്യം ലോകത്തില്ലല്ലോ. ആദ്യമായിട്ടൊരു പള്ളി കെട്ടിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചത് സ്വർഗമായിരുന്നല്ല. അല്ലാഹുവേ സ്വർഗം തരണമെന്നല്ല ചോദിച്ചത്. റബ്ബിനോട് പറഞ്ഞത് എന്തെന്നറിയുമോ? ഇത് നീ സ്വീകരിക്കണേ അല്ലാ. പടച്ച റബ്ബേ, പടച്ച റബ്ബേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ ഖലീലിന് ഉറപ്പില്ലായിരുന്നു, അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിക്ക് ഉറപ്പില്ലായിരുന്നു. ചെറുപ്പക്കാരാ, ഈജിപ്തിന്റെ ഭരണാധികാരിയായി തന്റെ രാജസിംഹാസനത്തിലേക്ക് കയറുന്ന യൂസുഫ് നബി ചെയ്ത ദുആ എന്തെന്നറിയുമോ? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിന തഅവീലിൽ അഹാദീസ്. ഈജിപ്തിന്റെ ഭരണാധികാരിയായ യൂസുഫ് നബി പടച്ച റബ്ബിനോട് പറയുന്നു, അധികാരമല്ല, സ്വപ്ന വ്യാഖ്യാനമല്ല. യൂസുഫിന്റെ അഭിലാഷം എന്തെന്നറിയുമോ? യൂസുഫിന് വേണ്ടതെന്തെന്നറിയുമോ? തവഫനി മുസ്ലിമാ, ഈമാനുള്ള മരണം വേണം പടച്ചവന്. എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണം പടച്ചവന്. പ്രവാചകന്മാര് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോൾ, പ്രവാചകന്മാര് മരിക്കാൻ കിടക്കുമ്പോ എന്റെ മക്കളോട് വസിയ്യത്ത് ചെയ്തത് എന്തെന്നറിയുമോ? ഇബ്രാഹിം ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതിരാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ കിടന്ന് കരയുന്നത് കണ്ടിട്ട് ചാടി എഴുന്നേൽക്കുകയാ. നബി തങ്ങളുടെ കരച്ചിൽ കേട്ടിട്ട് ആയിഷ ബീബി എഴുന്നേൽക്കുന്നത്. നബി തങ്ങൾ സുജൂദിലാണ്, നബി തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാണ്, നബി തങ്ങൾ ദുആ ചെയ്യുക.
വിളിക്കുകയാണ്. അടുത്തു ചെന്ന് നോക്കുമ്പോ എന്താണ് പറയുന്നതെന്നറിയോ? യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മറിച്ചു കളയുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, ഉറപ്പില്ലേ നബിയേ, ഉറപ്പില്ലേ നബിയേ? ആയിഷ, ഒരാൾക്കും മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഷഹാദത്ത് കലിമ പറയാ അവന്റെ നാവ് പൊങ്ങണോ? അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ല ആയിഷ. പടച്ചറബ് കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലടോ. അതുകൊണ്ട് വഴുത് കേൾക്കാൻ വന്നവര് കാരാളികോണം പള്ളിയിലെ വെള്ളിയാഴ്ച മയ്യത്ത് കൊണ്ടുവന്നതൊക്കെ ഓർമ്മയുണ്ടോ? പണ്ട് വെള്ളിയാഴ്ചയായപ്പോ പടച്ചവനെ എത്രയോ പേരെ കൊണ്ടുവന്ന് ജുമാ നമസ്കരിക്കാൻ വന്നവര് മുഴുവനും അവിടെ നിന്ന് മയ്യത്ത് നിസ്കരിച്ച് കബറടക്കുമായിരുന്നല്ലോ. ഒന്നും ഒരു വെള്ളിയാഴ്ചയായിരുന്നില്ലേ? കഴിഞ്ഞയും വെള്ളിയാഴ്ച കഴിഞ്ഞില്ലേ? ആരെയാണോ കൊണ്ടുവന്നത്? അതുപോലെ ജനാസകൾ കൊണ്ടുവരുന്ന കാലമൊക്കെ മാറിയില്ലേ? നല്ല മരണം കാണാനില്ലല്ലോ. നല്ല മരണം കിട്ടിയവന്റെ മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ. നല്ല മരണം കിട്ടിയ മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുഖത്ത് നോക്കിയാ അടയാളം കാണാ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഞാൻ കുറ്റം പറഞ്ഞതല്ല, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നല്ല മരണം വേണ്ടേ? ഈമാനുള്ള മരണം വേണോ? ഈമാനുള്ള മരണം വേണോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുമെന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്തില്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുമെന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്തില്ലേ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈമാനുള്ള മരണമാ. ഈമാനുള്ള മരണമാണ്. ഈമാനുള്ള മരണം. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മരിക്കണ്ടേ വാപ്പാ? പടച്ചറബ്ബേ, അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരും. രണ്ടാമത്തെ പ്രതിഫലം എന്നറിയോ? മരിച്ചു കിടക്കുന്ന ചിലരുടെ മുഖം കണ്ടാ, ചിലരുടെയൊക്കെ മയ്യത്ത് കാണുമ്പോ തോന്നുമല്ലോ, ആഗ്രഹിച്ചു പോകുമല്ലോ. മരിച്ചാൽ ഇങ്ങനെ മരിക്കണം തമ്പുരാന്. എന്തൊരു പ്രകാശമാ പടച്ചവര്, എന്തൊരു പുഞ്ചിരിയാ പടച്ചവര്. അല്ലാഹുവേ, ചിലരുടെ മയ്യത്ത് കാണുമ്പോ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, അങ്ങനെയല്ലേ മരിക്കേണ്ടത്, അങ്ങനെയല്ലേ മരിക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ നിനക്ക് സ്നേഹിക്കാൻ പറ്റുമോ? അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നല്ല മരണമാണ്. രണ്ട്, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, നിന്റെ ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാ. അതിനുവേണ്ടി പരിശ്രമിക്കുക പെങ്ങള്, അതിനുവേണ്ടി പരിശ്രമിക്കുക പെങ്ങള്. അല്ലാഹുവിന്റെ ഖുർആനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചോ. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ധാരാളി ഗുണത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, ആലിമീങ്ങളെ സ്നേഹിക്കുന്ന, ആലിമീങ്ങളെ സ്നേഹിക്കുന്ന, നല്ല കാര്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കുകാരാ. അല്ലാഹു തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? റബ്ബേ, ധാരാളി ഗുണം പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ, നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമല്ലോ. വീടിന്റെ മുന്നിൽ ടാർപ്പ വലിച്ചു കെട്ടുമല്ലോ. വീടിന്റെ സൈഡില് നിന്നെ എടുത്തുകൊണ്ടുപോയ
കൊണ്ടുപോയി മലർത്തിക്കിടത്തിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുമല്ലോ. നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്തു മാറ്റുകയാണ്, മനോഹരമായി നിന്നെ കുളിപ്പിക്കുകയാണ്. പടച്ചവനെ നിന്നെ ഉടുവെടുപ്പിക്കുകയാ. അവിടെന്ന് നല്ലതുപോലെ തുടയ്ക്കുമല്ലോ, നല്ലതുപോലെ വൃത്തിയാക്കുമല്ലോ. എന്നിട്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ നിന്റെ ജനാസ എടുത്തുകൊണ്ട് 3 കഷ്ടം വെള്ള തുണികളുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുകയാ. എന്നിട്ട് പടച്ചറപ്പേ സുഗന്ധം തേച്ച പഞ്ഞി എടുക്കുകയാ. മൂക്കിന്റെ ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകെട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. സുഗന്ധം തേച്ച പഞ്ഞിയെടുത്തിട്ട് നിന്റെ മൂക്കിന്റെ ധാരത്ത് വെക്കുകയാണ്. എന്നിട്ട് പറയുകയാ, കാണണ്ടവരൊക്കെ കണ്ടോ ഇതാ പൊതിയാൻ പോകുകയാണ്. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിൽ വല്ലാത്ത തിരക്കാടാ. നിന്നെ അവസാനമായിട്ടൊന്ന് കാണാറ്, നിന്നെ അവസാനമായിട്ടൊന്ന് കാണാറ് വല്ലാത്ത തിരക്കാട്. പടച്ചവനെ ആള് കൂടിയപ്പോ നിന്റെ കുടുംബക്കാര് തന്നെ പറഞ്ഞു, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാറ്. അവിടെ നിന്ന് പൊതിയുകയാണ്. കാരാളികോണം പള്ളിയിൽ നിന്ന് മയ്യത്ത് കെട്ടിൽ നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നല്ലോ, എടുത്തു വെക്കുമല്ലോ, എടുത്തു വെക്കുമല്ലോ. ചെറുപ്പക്കാരാ, ആരാടാ മോനെ നിന്റെ ജനാസ ചുമക്കണ്ടതാരാട്, നിന്റെ ജനാസ ചുമക്കണ്ടതാരാട്. പടച്ചവനെ നീ സാധാരണ ഒരാളല്ലല്ലോ, കുടിയനല്ല, വിചരിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല. പിന്നെ നിന്റെ ജനാസ ആരാടാ ചുമക്കണ്ടത്? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരെ, സ്നേഹിക്കുന്നവരെ, ഓതാൻ തീരുമാനിച്ചവരെ, നിന്റെ ജനാസ ചുമക്കുന്നതാരാ? കാരാളികോണം പള്ളിയൊന്നും തികയില്ലടോ, ഫൗണ്ടേഷനൊന്നും തികയില്ലടോ. ഈ നാട് മുഴുവനും നിറയുമല്ലോ. ഇരിക്കുന്ന ചിലരുടെ ജനാസ കൊണ്ടുവെക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിയും പരിസരവും നിറയുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ പെൺമക്കളും നിന്റെ മരുമക്കളും മഗ്രിബ് കഴിഞ്ഞ് സിയറയിൽ കണ്ട് ആസ്വദിക്കുമ്പോ അതേ വീടിന്റെ നിസ്കാര റൂമിനകത്തിരുന്ന് വാക്കിയ ഓതിയ ഉമ്മ, റഹ്മാൻ ഓതിയ ഉമ്മ, സജദ ഓതിയ ഉമ്മ, അല്ലാഹുവിന്റെ ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചു ചുടുചുംബനം കൊടുത്ത ഉമ്മ, നിന്റെ ജനാസ കൊണ്ടുവന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരില്ല, പ്രസിഡന്റ് വരില്ല, കേന്ദ്രമന്ത്രിമാര് വരില്ല, സാക്ഷാൽ സൗദിയുടെ ഭരണാധികാരി വരില്ല. പിന്നെ ആര് വരുമെന്നറിയോ? പിന്നെ ആര് വരുമെന്നറിയോ? ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. കാരാളികോണത്തേക്ക് ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാ. നിന്റെ ജനാസ ചുമക്കാൻ, നിന്റെ ജനാസ ചുമക്കാൻ. പടച്ചവനെ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ആകാശത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാ. കാരാളികോണം മുഴുവനും നിറയുകയാ. പടച്ചവനെ, അതിനല്ലേ മരണമെന്ന് പറയുന്നത്? ഇതിനാണോ മരണമെന്ന് പറയുന്നത്? മരിച്ചാൽ ഇങ്ങനെയാ മരിക്കേണ്ടത്, മരിച്ചാൽ ഇങ്ങനെയാ മരിക്കേണ്ടത്. സിറാജ് വെറുതെ പറഞ്ഞതല്ല, തെളിവ് വേണോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു. പടച്ച റബ്ബേ 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 36ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. 60 കൊല്ലം ജീവിച്ചില്ല. പാപ്പാ നിന്നെ പോലെ 50 കൊല്ലം ജീവിച്ചില്ല. 6 കൊല്ലമേ ജീവിച്ചുള്ളൂ, 6 വർഷമേ ജീവിച്ചുള്ളൂ. പക്ഷേ ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ സിംഹാസനം കുലുങ്ങുകയാ. അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കണ്ടവർ കുതിക്കുകയാണ്. എന്തൊരു പ്രകാശമാ പടച്ചവര്, എന്തൊരു പുതുചിരിയാ പടച്ചവര്, എന്റെ പ്രിയപ്പെട്ടവര്. അല്ലാഹുവേ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ മയ്യത്ത് കട്ടിലിന്റെ മുകളിലേക്ക് എടുത്തു വെച്ചു. അവിടുന്ന് ചുമക്കുമ്പോ സഹാബത്ത് പറയുകയാ, മയ്യത്തിന് ഭാരമില്ല, മയ്യത്തിന് ഭാരമില്ല. അല്ലാഹുവേ സ്വഹാബികൾ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പദന്ന തള്ളവിരല് കുത്തിയിട്ട് നടക്കുകയാണ്. ജനാസ കൊണ്ടുപോകുമ്പോ നബിതങ്ങൾക്ക് സ്ഥലമില്ല, നബിതങ്ങൾക്ക് നടക്കാൻ സ്ഥലമില്ല. നബി അവിടുന്ന് തള്ളവിരല് കുത്തിയിട്ട് നടക്കുകയാണ്. പടച്ച റബ്ബേ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, മുത്തി നബിയേ എന്തേ നബിയേ തള്ളവിരല് കുത്തിയിട്ട് നടക്കുന്നത് എന്തേ നബിയേ? സ്ഥലമില്ല സ്വഹാബ, സ്ഥലമില്ല സ്വഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. എനിക്ക് സ്ഥലമില്ല നടക്കാറ്, എനിക്ക് സ്ഥലമില്ല നടക്കാറ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പടന്ന് തള്ളവിരൽ കുത്തിക്കെട്ട് നടന്നു പോവുകയാ. പ്രതിഫലം കേൾക്കണോ പെങ്ങള്, പ്രതിഫലം കേൾക്കണോ പെങ്ങള്. പടച്ചവനെ കാരാളികോണം പള്ളിയിൽ കബറ് കുടിക്കുന്നവനെ നിങ്ങൾക്കറിയുമല്ലോ. ആരാ കബറ് കുടിക്കുന്നതെന്നറിയുമല്ലോ. ആ മനുഷ്യനോട് നാളെ രാവിലെ നീ കാണുമ്പോ അദ്ദേഹത്തോട് ചോദിക്കുവല്ല അടയാളവും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കബറ് കുടിച്ചപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു സഅദ് നിങ്ങൾക്ക് വേണ്ടി കബറ് കുടിക്കുകയാ. അവിടുന്ന് കബറ് കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. കബറ് കുടിക്കുന്നവൻ പോലും കൊതിക്കുകയാണ്. ആ മനുഷ്യൻ പോലും അവിടെ അത്ഭുതപ്പെടുകയാണ്. കാരാളികോളത്തുള്ളവര് പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഒരുപാട് മക്കളുള്ള നാടല്ലേ, അഫ്ലീങ്ങളുള്ള നാടല്ലേ. പടച്ചവരെ എത്ര വലിയ ഭാഗ്യവാന്മാരാ. കാരാളികോണം പള്ളിയില് ഒരു ജനാസ കൊണ്ടുവച്ച ഒരുപാട് ഹാഫിളീങ്ങളുടെ ദുആയുണ്ടല്ലോ, ഒരുപാട് ഹാഫിളീങ്ങൾ നിസ്കരിക്കുമല്ലോ. എത്ര വലിയ ഭാഗ്യം ചെയ്തവരാണോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബർ കുടിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത പരിമളമാ. ഖബർ കുടിച്ചു അവസാനം വൃത്തിയാക്കുമല്ലോ, മണ്ണൊക്കെ തുടയ്ക്കുമല്ലോ. അവസാനം മാറണി മണ്ണിന്റെ അടിയിൽ നിന്ന് ആ ഖബർ കുടിക്കുന്ന മനുഷ്യൻ ഒരു പിടി മണ്ണ് വാരിയെടുക്കുകയാ. ആരും കാണാതെ തന്റെ മടിയിലേക്ക് വെക്കുകയാ. ഖബറെല്ലാം അടക്കി വീട്ടിലേക്ക് ചെല്ലുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറിലെ മണ്ണുണ്ടല്ലോ, കസ്തൂരിയെ പോലെ വല്ലാത്ത സുഗന്ധമാ. വീട് മുഴുവനും സുഗന്ധമാണ്, വീട് മുഴുവനും സുഗന്ധമാണ്. റബ്ബേ ആ ഖബർ കുടിച്ച മനുഷ്യനെ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാ. അവിടുന്ന് സ്വപ്നം കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, സഅദേ
എങ്ങനെയാ മോനെ നിനക്കല്ല ഈ പ്രതിഫലം തന്നത്? എങ്ങനെയാണ്? ഈ മരിച്ചപ്പോ റബ്ബിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ, ജനാസയ്ക്ക് ഭാരമില്ലായിരുന്നല്ലോ, മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. എന്ത് നന്മയാ ചെയ്തത്, എന്ത് നന്മയാ ചെയ്തത്? എനിക്കൊന്ന് പറഞ്ഞതാ സദേ, ഞാനല്ലേ നിനക്ക് ഖബർ കുഴിച്ചു തന്നത്? ആ സമയത്ത് സഅദ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പുണ്ടല്ലോ, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉമ്മമാരെ, തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഉമ്മമാര്, സഅദ് തങ്ങൾ പറയുകയാ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പ്, ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ചല്ലോ, അല്ലാഹുവിന്റെ ഖുർആനിനെ ഞാൻ പാരായണം ചെയ്യുമായിരുന്നു. ഈ രണ്ട് നന്മകൾക്ക് പകരമായിട്ടാണ് അല്ലാഹു എനിക്ക് ഈ പ്രതിഫലം തന്നതെന്ന് സഅദ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ ഇത് വെറുതെയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിനെ സ്നേഹിച്ചാൽ, ആ ഖുർആനിനെ പാരായണം ചെയ്താൽ, അതിന് ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലമാണ് അഞ്ചെണ്ണമാണ്. ഒന്ന് നല്ല മരണം, രണ്ട് മുഖത്ത് പ്രകാശം, മൂന്ന് ജനാസ ചുമക്കാൻ മലക്കുകൾ വരും. അല്ലാഹുവേ, നാല് ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമാ. അഞ്ച് ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ. അല്ലാഹുവേ, ആ സ്വർഗം നിങ്ങൾക്ക് നൽകണേ അല്ലാ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഖുർആനിനെ പരിഗണിച്ചോ, ആയത്തുകളെ പരിഗണിച്ചോ. ഒന്നാമത്തെ ശിക്ഷ എന്താ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളെ അവഗണിക്കുന്നവര് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, വൈന തദൂഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ. രണ്ട്, വമൻ അളിമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതകിമൂൻ. രണ്ടാമത്തെ ശിക്ഷ. മൂന്ന്, വമൻ അറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലൻകാ ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.